ഡിസ്കസ് ചെയ്യുന്നത് 10th മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേജ് നമ്പർ 46 കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അതിൽ ആദ്യത്തെ 3 ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നാലാമത്തെ ആക്ടിവിറ്റി എന്താണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. In the picture, a semicircle is drawn with a line as diameter and a smaller semicircle with half this line as diameter. Prove that a line joining the point where the semicircle meet to any point on the larger semicircle is bisected by the smaller semicircle. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, കണ്ടോ? ഈ ഒരു ലൈനിനെ നമ്മൾ ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് ഞാനിവിടെ ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്, കണ്ടോ? ഇതൊരു സെമി സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിന്റെ ഹാഫ് എടുത്തു, പകുതി എടുത്തിട്ട് അത് ഡയാമീറ്റർ ആവുന്ന രീതിയിൽ വേറെ ഒരു ചെറിയൊരു സെമി സർക്കിളും വരച്ചിട്ടുണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ രണ്ട് സെമി സർക്കിളിന്റെയും ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് ആണ് അതിന്റെ കോമൺ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എ എന്ന് പേര് കൊടുക്കുകയാണ്. ഈ കോമൺ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് നമ്മുടെ വലിയ സെമി സർക്കിളിലേക്ക്. അപ്പൊ ഇതിന് നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ലൈനാണ് എ ബി എന്ന് പറഞ്ഞ ലൈൻ. ഈ കോമൺ പോയിന്റിൽ നിന്ന് വേണം വരയ്ക്കാൻ. ഈ വലിയ സെമി സർക്കിളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ ഇവിടെ ഈ സ്മോൾ സെമി സർക്കിൾ ഇവിടെ ടച്ച് ആവുന്നുണ്ട് അല്ലേ? ഈ പോയിന്റിന് നമുക്ക് പി എന്ന് പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈന് ഈ സെമി സർക്കിൾ ഇവിടെ ടച്ച് ആവുന്ന പോയിന്റ് ഉണ്ടല്ലോ, സ്മോൾ സെമി സർക്കിളിലെ ആ ടച്ച് ആവുന്ന പോയിന്റ് ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യണു. അതായത് എ പി ഇസ് ഈക്വൽ ടു പി ബി. എന്താണ്? എ പി ഇസ് ഈക്വൽ ടു പി ബി, അല്ലെങ്കിൽ പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ എങ്ങനെ വേണ്ടി നമ്മൾ ലൈൻ വരച്ചാലും ഇതുപോലെ നടക്കും. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു പോയിന്റ് എടുത്തു. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ എയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, അപ്പൊ ഇത് ഇവിടെ ടച്ച് ആവും അല്ലേ? അപ്പൊ അങ്ങനെ എടുത്താലും അതവിടെ ഇതുപോലെ തന്നെ പി അതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരണം. അതാണ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മനസ്സിലായല്ലോ. പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി, അല്ലെങ്കിൽ എ പി ഈസ് ഈക്വൽ ടു പി ബി. രണ്ട് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അല്ലേ? ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് O എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് സെമി സർക്കിൾ ഉണ്ടല്ലോ, അതിന്റെ സെന്റർ ആയിട്ട് വരും. ഇനി ഇതിൽ നിന്ന് ഞാൻ പി ഒന്ന് ജോയിൻ ചെയ്തു. അതായത് ഒ പി ഞാനൊന്ന് ജോയിൻ ചെയ്തു. ഒ പി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? നമുക്കറിയാം ഇതാ സെമി സർക്കിളിലത്തെ ആംഗിൾ ഒക്കെ എത്ര ആംഗിളാണ്? 90 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സെമി സർക്കിളിലത്തെ ആംഗിൾ ഒക്കെ 90 ഡിഗ്രി ആണ്. ആംഗിൾ ഒ പി എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്തുകൊണ്ടാണ് 90 ഡിഗ്രി ആയതെന്ന് നമ്മൾ അവിടെ എഴുതണം, റീസൺ എഴുതണം. എന്താണ്? ദ ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് എ 90 degree. The angle in a semicircle is 90 degree. അതുകൊണ്ടാണ് ഇവിടെ ഒ പി എ, നമ്മൾ ഈ സെമി സർക്കിളിലത്തെ ആംഗിൾ ആണല്ലേ ഒ പി എ എന്ന് പറയുന്നത്, അതുകൊണ്ട് അത് 90 ഡിഗ്രി ആണ്. ഇത് നമ്മുടെ വലിയ സെമി സർക്കിളിന്റെ സെന്റർ ആണ്, നമ്മൾ O എന്ന് പറഞ്ഞു അല്ലെ? ഈ ഓയിൽ നിന്ന് ഈ എ ബി എന്ന് പറയുന്നത് ആ വലിയ സെമി സർക്കിളിന് എന്തായിട്ട് വരും? എ ബി എന്ന് പറയുന്നത് കോഡാണ് അല്ലെ? എ ബി എന്ന് പറയുന്നത് കോഡാണ്. O എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ആണ്, നമ്മുടെ വലിയ സെമി സർക്കിളിന്റെ. O സെന്ററും എ ബി അതിന്റെ ഒരു കോഡും ആണ്. അപ്പൊ നമ്മൾ ഈ സെന്ററിൽ നിന്ന് ഇപ്പൊ ഇത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായി? ഒ പി എന്ന് പറയുന്നത് എന്തായി? ഒ പി എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. കാരണം അത് അവിടെ 90 ഡിഗ്രി ആണ് അല്ലെ? അതുകൊണ്ട് ഒ പി എന്ന് പറയുന്നത് അവിടെ എന്തായി? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എ ബി കോഡാണ്, ഒ പി ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ O നമ്മുടെ സെന്റർ ആണ്. അപ്പൊ ഈ സെന്ററിൽ നിന്ന് നമ്മൾ കോഡിലേക്ക് ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? അത് ആ കോഡിനെ ബൈസെക്ട് ചെയ്യണമെന്ന് അല്ലെ? ഒ പി എന്ന് പറയുന്നത് എ ബിനെ ബൈസെക്ട് ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്?
എ പി ഈസ് ഈക്വൽ ടു പി ബി, അല്ലെങ്കിൽ പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അതല്ല അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ പെർപെൻഡിക്കുലർ, അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണ് എഴുതി, ഇത് കോഡാന്ന് പറഞ്ഞു, നമ്മളിവിടെ ഒ പി വരച്ചിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലർ from the center of the circle, from the center to the chord, എവിടേക്ക് നമ്മൾ വരച്ചിരിക്കുന്നത്? drawn to the chord will bisect the chord. ഇപ്പൊ നമ്മള് ഒരു പെർപെൻഡിക്കുലർ സെന്ററിൽ നിന്ന് വരച്ചു കഴിഞ്ഞാല് അത് കോഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ, സെന്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് ആ കോഡിനെ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? എ പി ഇസ് ഈക്വൽ ടു പി ബി, അല്ല ഈക്വൽ ആയിട്ട്, ബൈസെക്ട് എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എ പി ഇസ് ഈക്വൽ ടു പി പി, ദാറ്റ് ഈസ് പി ഈസ് ദ മിഡ് പോയിന്റ്, പി ഈസ് ദ മിഡ് പോയിന്റ്, പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പി എന്ന് പറയുന്നത് സെമി സർക്കിൾ, സ്മോൾ സെമി സർക്കിളത്തെ പോയിന്റ് ആണ്. അത് ആ ലൈനിനെ ബൈസെക്ട് ചെയ്യുന്നു. അതായത് എ പി ഇസ് ഈക്വൽ ടു പി ബി, അല്ലെങ്കിൽ പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ പ്രൂവ് ചെയ്തെന്നുള്ളത് മനസ്സിലായല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Circle drawn on the equal sides of an isosceles triangle as diameters pass through the midpoint of the third side. അതായത് ഇവിടെ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു സൈഡും അതേപോലെ തന്നെ ഈ സൈഡും, ഈ രണ്ട് സൈഡാണ് ഈക്വല്. ഇത് എന്താണ്? ഡയാമീറ്റർ ആവുന്ന രീതിയിൽ ഇവിടെ രണ്ട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സൈഡ് ഇത് നമുക്ക് എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി, എ ബി സി എന്ന് പേര് കൊടുത്തു. അപ്പൊ എ ബി എ സി ആണ് ഇതിന്റെ ഈക്വൽ സൈഡ് വരുന്നത്. എ ബി ഇസ് ഈക്വൽ ടു എ ബി ആണ് ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ട് വരുന്ന രണ്ട് സൈഡ്. അപ്പൊ എ ബി ഈ ഡയാമീറ്റർ ആവുന്ന രീതിയിൽ നമ്മളിതവിടെ ഒരു എന്ത് വരച്ചിട്ടുണ്ട്? സർക്കിൾ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എ സി ഡയാമീറ്റർ ആവുന്ന രീതിയിൽ വേറൊരു സർക്കിളും വരച്ചിട്ടുണ്ട്. ഈ രണ്ട് സർക്കിളും എന്താണ്? ഇവിടെ ഒരു കണ്ടു, ഇവിടെ ഒരു പോയിന്റ്, നമുക്ക് അതിന് പി എന്ന് കൊടുക്കാം. ഈ ഒരു പോയിന്റില് എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ പി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഈ തേർഡ് സൈഡ് ഉണ്ടല്ലോ, ബി സി ആണ് ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് അല്ലെ? ഈ ബി സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് കണ്ട, മിഡ് പോയിന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ഈ മിഡ് പോയിന്റിൽ കൂടെയാണ് ഈ രണ്ട് സർക്കിളും പാസ് ചെയ്യാന്നുള്ളത്. അതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ എ പി ഒന്ന് വരച്ചു കൊടുക്കാം. എ പി നമുക്കൊന്ന് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്ത് കൊടുക്കാം. എ പി നമ്മളോട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ, എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ? ഡയാമീറ്റർ എന്ന് പറഞ്ഞത് എന്താണ്? സെൻട്രലിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 180 ഡിഗ്രിയാണ് ഇതിന്റെ എന്ത് വരിക? ആംഗിൾ വരിക. സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർക്ക് നമ്മൾ എ ബി എടുക്കുകയാണെങ്കിൽ അതിന് പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണല്ലോ പി. അങ്ങനെയാണെങ്കിൽ ഈ പി എയും പി ബിയും യോജിപ്പിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിള് ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആവണ്ടേ? അപ്പൊ ഇത് എത്ര വരും? 90 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പൊ അതിന് പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ് പി. അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 180 ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി. സെയിം റീസൺ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. നമ്മളിപ്പോ ഒരു സൈഡ് പറഞ്ഞാലും മതി. ഇത് എ സി ഇവിടെ ഇതുപോലെ തന്നെ ഡയാമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇതുപോലെ സെൻട്രൽ ആംഗിൾ 180 വരുമ്പോൾ ഈ ഒരു ആംഗിൾ അതിന്റെ പുറത്ത് കിടക്കുന്നതാണ്. ഇതും എന്ത് തന്നെ വരും? 90 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് അതിന്റെ റീസൺ എഴുതാം. സിൻസ് എ ബി ഈസ് ദ ഡയാമീറ്റർ. നമുക്ക് ഒരു സൈഡ് പ്രൂവ് ചെയ്താൽ മതി, ഒരു സൈഡ് പറഞ്ഞാൽ മതി. എ ബി ഈസ് ദ ഡയാമീറ്റർ, therefore angle APB is equal to 90 ഡിഗ്രി. ഇനി 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? അത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? AP is the perpendicular. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. AP is the perpendicular.
നീ ഈ എ പി എന്ന് പറയുന്നത് എവിടുന്നാ വരച്ചിരിക്കുന്നത്? ഈ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് ആണ് എ. ആ എയിൽ നിന്ന് നമ്മൾ അതിന്റെ ഈക്വൽ സൈഡ് ജോയിൻ ചെയ്യുന്ന ഒരു വെർട്ടെക്സ് ആണല്ലോ ഈ എ. അപ്പൊ അതിൽ നിന്ന് ആ മൂന്നാമത്തെ സൈഡിലേക്ക് വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ ആ മൂന്നാമത്തെ സൈഡിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പി എന്തായിട്ട് വരും? ഈ ബി സി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരും. ആ പി കൂടിയാണ് നമ്മുടെ ഈ രണ്ട് സർക്കിളും പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്തില്ലേ? പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പൊ പി ഒരു മിഡ് പോയിന്റ് ആണ് നമുക്ക് കിട്ടി. എങ്ങനെ? ഇത് നമ്മളിവിടെ 90 ഡിഗ്രി, അതുകൊണ്ട് എ പി നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് അതും കൂടി എഴുതാം. സിൻസ് എ ബി സി ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ, the perpendicular from the vertex to the third side എന്ത് ചെയ്യും? bisect the third side. Therefore P is the midpoint. P is the midpoint of BC. അപ്പൊ പി ഒരു മിഡ് പോയിന്റ് ആണ്. ആ മിഡ് പോയിന്റ് കൂടിയാണ് നോക്കിയാൽ നമ്മുടെ ഈ രണ്ട് സർക്കിളും പാസ് ചെയ്ത് പോയിട്ടിരിക്കുന്നത്. അപ്പൊ പി ഇവിടെ മിഡ് പോയിന്റ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ. വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരത്തെ ക്വസ്റ്റ്യനുമായിട്ട് സാമ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇതും. നോക്കാം. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു റോംബസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം റോംബസിന്റെ 4 സൈഡും ഇവിടെ ഈക്വൽ ആയിരിക്കും അല്ലെ. ഈ റോംബസിന്റെ ഓരോ സൈഡും ഡയാമീറ്റർ ആവുന്ന രീതിയിൽ നമ്മളിതാ ഓരോ സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. പി ഒരു സൈഡ് ഡയാമീറ്റർ ആവുന്ന രീതിയിൽ ഇവിടെ ഒരു സർക്കിള്, അങ്ങനെ ഓരോ സൈഡും ഡയാമീറ്റർ ആവുന്ന രീതിയിൽ നമ്മൾ വരച്ചപ്പോൾ നമുക്ക് 4 സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ 4 സർക്കിളും കണ്ടോ, ഈ ഒരു കോമൺ പോയിന്റ് കണ്ടു, ഇവിടെ ഒരു കോമൺ പോയിന്റ് കാണുന്നുണ്ടല്ലോ. ഈ കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നു, പാസ് ചെയ്യണു എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ ആ റോംബസ് ഇവിടെ ഒന്ന് വെറുതെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ റോംബസിന് പേര് കൊടുക്കാം. പി ക്യു ആർ എസ് ഇങ്ങനെ ഞാൻ പേര് കൊടുത്തു. ഇനി ഇതിന്റെ ഡയഗണലും ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഡയഗണലിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുകയാണ്. ഡയഗണൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് എ എന്ന് പേര് കൊടുക്കുകയാണ്. ഈ റോംബസിന്റെ ഡയഗണലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതെല്ലാം പെർപെൻഡിക്കുലർ. അപ്പൊ അത് ഞാൻ ലൈൻ എഴുതാം. ഈ രണ്ട് ഡയഗണൽ എന്താണ്? The diagonals of a rhombus perpendicular to each other. അതിന്റെ അർത്ഥം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം 90 ഡിഗ്രി ആണ്. കണ്ടോ, ഇവിടെ 4 ആംഗിൾ ഉണ്ടാവും അല്ലെ. ഈ 4 ആംഗിളും 90 ഡിഗ്രി ആണെന്നാണ് പറയണത്. അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ ആംഗിൾ എടുക്കാം. ആംഗിൾ പി എ എസ് അത് എത്രയാന്ന് കിട്ടി? 90 ഡിഗ്രി അല്ലെ. 4ഉം 90 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ പി എ എസ് 90 ഡിഗ്രി ആണ്. ആംഗിൾ പി എ എസ് 90 ഡിഗ്രി ആണെങ്കിൽ നോക്കിയേ, ആംഗിൾ പി എ എസ് 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കൊടുത്തു അല്ലെ. അപ്പൊ നമ്മൾ ആ പി എസ് ഡയാമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ഈ സർക്കിൾ, ഞാനിപ്പോ ഇവിടുത്തെ കേസ് ആദ്യത്തെ കേസാണ് പറയണത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോൾ ഇതാ നമ്മളിപ്പോ വരച്ചിരിക്കുന്ന പിക്ചറിൽ ഇതാണ് ഇപ്പൊ പി എസ് ആയിട്ട് വരിക. ഇത് നമ്മുടെ എ പോയിന്റ് കോമൺ പോയിന്റ് ആയിട്ട് എടുത്തു. അപ്പൊ പി എസ് എന്ന് പറഞ്ഞ സൈഡ് ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പം എന്ത് വരും? ആ സർക്കിള് ഏത് കൂടെ കടന്നു പോകും എന്നാണ് നമ്മളിപ്പോ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചത്. ഈ എ എന്ന് പറഞ്ഞ കോമൺ പോയിന്റ്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ അത് കടന്നു പോകും. അതവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടാണ്, ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ, 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഇവിടെയാണ് 180 ഡിഗ്രി, ഇത് 90 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ ഒരു സർക്കിള് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ കടന്നു പോകും. അപ്പൊ പി എസ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. Therefore the circle is drawn as
പി എസ് ആസ് ദ ഡയാമീറ്റർ. പി എസ് ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ആ ഒരു സർക്കിൾ പാസ് ത്രൂ ദ പോയിന്റ് എ. പാസ് ത്രൂ ദ പോയിന്റ് എ. ഇപ്പൊ നമ്മളിവിടെ എ ആണ് ആ കോമൺ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് എയിൽ കൂടെ പാസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇപ്പൊ കണ്ടതാണ് അല്ലെ. Therefore the circle is drawn as PS as the diameter will pass through the point A. ഇതേപോലെ നിങ്ങൾ എല്ലാ കേസിലും പറയണം. ഇപ്പൊ ഇവിടെ ആംഗിൾ പി എസ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി അടുത്തത് ഏത് ആംഗിൾ വരിക? ആംഗിൾ എസ് എ ആർ. ഞാൻ ഇവിടെ അതെല്ലാം ഇവിടെ എഴുതാം. ആംഗിൾ എസ് എ ആർ ഈക്വൽ ടു 90 ഡിഗ്രി. അത് ഇതുപോലെ പറയണം. എസ് ആർ വെച്ച് വരയ്ക്കുന്ന ഡയാമീറ്റർ ഇതുപോലെ എ കൂടെ പാസ് ചെയ്യുന്നു. ഇനി അടുത്തത് ആംഗിൾ ആർ എ എസ് അല്ലെങ്കിൽ ക്യു എ ആർ എ ക്യു അതും 90 ഡിഗ്രി. അതുപോലെ ആംഗിൾ പി എ ക്യു അതും 90 ഡിഗ്രി അല്ലെങ്കിൽ ക്യു എ പി. ഈ നാലും ഇതുപോലെ 90 ഡിഗ്രി ആണെന്നും അതേപോലെ തന്നെ അത് ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിള് എയിൽ കൂടെ പാസ് ചെയ്യണമെന്നും 4 സെന്റൻസ് ആയിട്ട് എഴുതണം കേട്ടോ. ഞാൻ ഇവിടെ ഒരെണ്ണം മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ആവുമ്പോ എന്തായി? അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? 4 സർക്കിളും എ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore all the circles, നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, all the circles drawn on the 4 sides of a rhombus as diameters എന്താവും? പാസ് ത്രൂ ദ കോമൺ പോയിന്റ് എ. എന്ന് പറഞ്ഞ ആ കോമൺ പോയിന്റ് കൂടെ പാസ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ അതിന്റെ 4 എണ്ണം എഴുതണം. ഇത് 90 ഡിഗ്രിയാണ്, അതുകൊണ്ട് അത് എ കൂടെ പാസ് ചെയ്യും. അടുത്ത ആംഗിൾ പറയും അത് 90 ഡിഗ്രിയാണ്. അതെങ്ങനെ 90 ഡിഗ്രി വന്നതെന്ന് മനസ്സിലായല്ലോ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഓരോ ആംഗിളും 90 ഡിഗ്രി ആയത്. അപ്പം ഈ ഒരു 3 ക്വസ്റ്റ്യൻ ഏകദേശം ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്